ഒരാള് കൂടുതൽ രഹസ്യം മറച്ചു വെച്ചിരിക്കുമ്പോ സത്യം പറയാനായിട്ട് ശ്രമിക്കാൻ പാടില്ല. നീ ചെയ്തു നോക്ക്. സോർദാറിനെ കിസ് ചെയ്. എടാ കഴുതേ, എന്തെങ്കിലും നല്ല ഡയറായിട്ട് കൊടുക്കടാ. കവിഴ് തുമ്പായിക്കുന്നൊക്കെ ഒരു ഡയർ ആണോടാ? നല്ലത് എന്തെങ്കിലും കൊടുക്ക. ബഡി, താങ്ക് യു ബഡി. ഹണി, ട്രൂത്ത് ഓർ ഡയർ? ഡയർ. കന്നാ സാറിന് അദ്ദേഹത്തിന്റെ കവിത മോശമായിരുന്നു എന്ന് മെസ്സേജ് ചെയ്യേ. ഇല്ല, കണ്ണാ സാർ എന്തെങ്കിലും വിചാരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. നീ പേടിത്തോട്ടം തന്നെയാ. നിനക്കൊരു മെസ്സേജ് പോലും അയക്കാൻ പറ്റുന്നില്ലല്ലോ. വിട്ടേക്കടോ, ഇവരെ കൊണ്ട് കഴിയില്ല. എന്നെ കൊണ്ട് പറ്റും, ഞാനും കളിക്കും. എന്നാ മെസ്സേജ് ചെയ്യ് പേടിത്തൊണ്ടൻ. ഞാൻ പേടിത്തൊണ്ടനല്ല. ഇതാ മെസ്സേജ് അയച്ചു. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത്ര നേരം എന്താ ടൈപ്പ് ചെയ്തോണ്ടിരുന്നേ? കണ്ണാ സാർ, നിങ്ങളുടെ കവിത വളരെ മോശം. അത് കേൾക്കുമ്പോ നിങ്ങളുടെ കഴുത്ത് പിടിച്ച് അമർത്തണം തോന്നും. കോളനിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഒരു ബോറാ. നിങ്ങൾ നിങ്ങളുടെ കവിത ചൊല്ലലൊന്ന് നിർത്തൂ, അല്ലെങ്കിൽ ജനങ്ങളെടുത്ത് കൈകാര്യം ചെയ്യും. അതെ, നീ എന്ത് കാര്യം ചെയ്തേ? ഡയർ. അളവ് കഴിഞ്ഞു പോയ അമൃതവും വിഷമാക്കും. ഡയറും കൂടെ. എനി ഡൗട്ട്? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ പേടിത്തൊണ്ടനാണെന്ന്. ഇപ്പൊ നോക്കിക്കേ ഞാൻ എത്രമാത്രം എഴുതിയതെന്ന്. ഞാൻ കുറച്ച് അധികം എഴുതി പോയെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. സാർ ഈ മെസ്സേജ് വായിച്ചാലേ നല്ല ദേഷ്യം വരും. എന്നിട്ട് നേരെ മാഡത്തിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. മാഡമിനും ദേഷ്യം എന്ന അവസരം നമ്മുടെ ഫോണൊക്കെ മാറ്റി വെക്കും. അത് മാത്രല്ല, ചിലപ്പോ നമുക്ക് അടി കിട്ടിന്ന് വരും. മതി, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. പേടിപ്പിക്കാനും കൂടെ. ഇപ്പൊ ബണി എന്തു പറഞ്ഞോ അതും ശരിയാ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? മൊബൈലിൽ നിന്ന് മെസ്സേജ് ആദ്യം ഡിലീറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് കണ്ണാ സാറിന്റെ അടുത്ത് പറയാം. ഞാൻ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി. കഴുതിയെ കുളിപ്പിച്ച് അതിന് പൗഡറും മഷിയൊക്കെ തേച്ചെല്ലാം അത് കഴുതിയാ തന്നെ ഇരിക്കും. കഴുത്, ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ ഡിലീറ്റ് ചെയ്തതിനു മുമ്പ് അദ്ദേഹം വായിക്കില്ലേ? അപ്പൊ അതെങ്ങനെയാ ഡിലീറ്റ് ചെയ്യാ? നമ്മൾ അറിയാതെ എങ്ങനെയെങ്കിലും മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം. കമോൺ. ഷെടാ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? കണ്ടിട്ട് കൊറേ ആയല്ലോ. അമൃതാന്ന് വിചാരിച്ച് കഴിച്ചോണ്ടിരിക്ക. കുറച്ച് സമയം കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വരും. ക്ലാപ്സ് പ്ലീസ്. കണ്ണ സാർ ഇപ്പൊ നോർമലാണ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നമ്മുടെ മെസ്സേജ് വായിച്ചിട്ടില്ല എന്ന് അർത്ഥം. വാ, പോയിട്ട് ആ ഫോൺ വാങ്ങി മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇല്ല, അദ്ദേഹം അറിയരുത്. ഐസ് പൊട്ടിച്ചാലേ ഉരുകുള്ളൂ. ഫോൺ വെച്ചാലല്ലേ ഓഫീസിലേക്ക് വരാൻ പറ്റൂ. ക്ലാപ്സ് പ്ലീസ്. ഇതാണ് പറ്റിയ സമയം. കമോൺ. ഞാനിതാ എത്തി. അതെ, ഞാൻ പ്ലെയിൻ ഓടിക്കായിരുന്നു. ചേടാ, ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു. ശരി പറ, എന്താ അർജന്റായ കാര്യം? അയ്യോ, അദ്ദേഹം ഫോൺ ബാത്റൂമിൽ കൊണ്ടുപോയല്ലോ. പറഞ്ഞത് നന്നായി. അയാള് ഫോൺ എടുത്തോണ്ട് മല കയറിയെന്നാ വിചാരിച്ചേ. കിറ്റി, എനിക്ക് വേണ്ടി ഈ ഫോണൊന്ന് ചാർജിലിട്ടേക്ക്. അയ്യോ, ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയല്ലോ. നിങ്ങൾ എല്ലാരും ഇവിടെ എന്താ ചെയ്യുന്നേ? മാർക്കറ്റിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കണ്ണാ സാറിന്റെ അടുത്ത് ലിഫ്റ്റ് വയ്ക്കാൻ വന്നതാ. ഹായ് ഹണി ബണി, ജോർദാർ പോപ്പറ്റ്, എല്ലാവർക്കും സുഖമാണോ?
കുളിച്ച് വന്നല്ലോ അദ്ദേഹം. ഇപ്പൊ മെസ്സേജ് വായിക്കാതിരുന്നാ മതി. ഏയ്, എന്ത് മെസ്സേജ്? മാഡം നിന്ന മെസ്സേജാ. അത് അവരുടെ മമ്മിയോട് പറയണം. സോ സാർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? ആഹാ, വരൂ. ഒരു മിനിറ്റ്, ഞാൻ രാവിലെ തൊട്ട് മെസ്സേജ് ഒന്നും ചെക്ക് ചെയ്തില്ല. അതെ, നിങ്ങൾ ഓഫീസിൽ പോയി ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നു. പോകാൻ വരൂ, വേഗം വരൂ. ബൈ. ഒന്ന് വേഗം വാ. എന്നിട്ട് പറയൂ കന്ന സാർ. ഒരു പുതിയ കവിത വന്നിട്ടുണ്ട്, കേട്ടോ? ആകാശത്ത് പറക്കുന്നതിനെ കിളി എന്ന് പറയും, സിംഹത്തിന് എതിർത്താൽ അവരെ കുരങ്ങെന്ന് പറയും. ക്ലാപ്സ് പ്ലീസ്. ഹോയ്, എന്തിനാ ഇവനെ അടിച്ചേ? ഞാൻ ക്ലാപ്പ് ചെയ്തതാ. എന്റെ കൈന്റെ ഇടയ്ക്കേറി നിന്നിട്ടല്ലേ. നിങ്ങൾ മെസ്സേജ് വായിക്കേ. എന്ത് മെസ്സേജാ വായിക്കണ്ടേ? കവിത കവിത മെസ്സേജുള്ള കവിത പറയാൻ പറയാ. മൊബൈലില് ഒരുപാടുണ്ട്. നിക്കൂ, ഞാൻ വായിച്ചു പറയാം. സാർ കാർ വരുന്നുണ്ട്, നോക്കി. ഏയ്, എന്ത് പറ്റി? ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങേണ്ടത്. മടി, മെസ്സേജ് ഡിലീറ്റ് ചെയ്യ്. ഷടോ, ഇതിന് പാസ്വേഡ് ചോദിക്കുന്നുണ്ടല്ലോ. എനിക്ക് പിൻകോഡ് അറിയില്ല. കണ്ണാ സാറിനെ വിളിച്ചു ചോദിച്ചാലോ? കഴുതേ, മൊബൈൽ നമ്മുടെ കയ്യിലല്ലടാ ഉള്ളത്. മനുഷ്യൻ അവന് ഇഷ്ടപ്പെട്ട സാധനത്തെ പാസ്വേഡായി വെച്ചിരിക്കും. എനി ഡൗട്ട്, പാസ്വേഡ് ചിട്ടിയുടെ ബർത്ത്ഡേ ആയിരിക്കും. അല്ല, ഐഡിയ. 090990 കന്ന സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതും അല്ല. 090696. ഇതേത് നമ്പറാ? എന്താ നിങ്ങൾ മറന്നുപോയോ? ഇതാണ് നമ്മുടെ മാഡത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതില് മെസ്സേജ് ഇല്ലല്ലോ. എവിടെ കാണിക്ക്? അയ്യോ, കന്ന സാറിന്റെ ഫോണിലേക്ക് കന്ന സാർ തന്നെയാണോ വിളിക്കുന്നത്? ചിലപ്പോഴൊക്കെ മനുഷ്യന്മാർ തന്നെ തന്നെ സംസാരിച്ചോളും. എനി ഡൗട്ട്? ഹലോ, ഹണി, നീയാണോ? ശരി, എന്റെ മൊബൈൽ എങ്ങനെ നിന്റെ കയ്യിലെത്തിയേ? അത് പിന്നെ ഞാനത് പിന്നെ പറയാം. ആദ്യം ഇതിന് മറുപടി പറ. നിങ്ങളുടെ ഫോൺ എന്റെ കയ്യിലല്ലേ ഉള്ളു. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ നിങ്ങൾ എങ്ങനെയാ വിളിക്കുന്നത്? എടാ മണ്ട, എന്റെ അടുത്ത് 2 ഫോണുണ്ട്. നിങ്ങൾ എവിടാ ഉള്ളേ? നിങ്ങൾ എവിടെയാണോ ഞങ്ങളെ വിട്ടത് അവിടെ തന്നെയാ ഞങ്ങള് നിൽക്കുന്നത്. അവിടെ തന്നെ നിക്ക്, ഞാൻ ദാ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജ് മറ്റേ ഫോണിലുണ്ടാകും. ഏയ്, അവൻ എന്റെ മൊബൈൽ തട്ടി കുറച്ചുകൊണ്ട് ഓടുന്നു. അവനെ ഞങ്ങള് പിടിക്കാം. നിന്നെ കിട്ടിയടാ. ഏയ്, വിട്, അവനെ ഓടാൻ വിട്. ഫോളോ ചെയ്യ, അവനെ പിടിക്ക്. ഏയ്, അവൻ എന്റെ മൊബൈലും കൊണ്ട് ഓടുന്നു. നീ ഒരു വല്ലാത്ത മണ്ടൻ തന്നെ. അവനെ പിടിച്ചപ്പോ നീ തന്നെ വിടാൻ പറഞ്ഞു. ഇപ്പൊ വീണ്ടും അവനെ പിന്തുടരാൻ പറയുന്നു. എടാ, ആ മൊബൈലിലടാ മെസ്സേജ് ഉള്ളത്. കുറച്ച് ദൂരം ചെന്ന് പിടിച്ചാലേ നമുക്ക് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ?
ഓ, ആ, ആ. മെസ്സേജ് ഡിലീറ്റ് ചെയ്യ്. ഡിലീറ്റ് ചെയ്തു. എന്റെ ഫോൺ. വളരെ നന്ദി കുട്ടികളെ. ഇതാ നിങ്ങളുടെ രണ്ടാമത്തെ ഫോണ്. വീണ്ടും നന്ദി കുട്ടികളെ. ഞാൻ എന്താണോ വെണ്ണയാന്ന് വിചാരിച്ചത് തൈരായിരുന്നു. ഫോണിൽ എന്റെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡ് ഉണ്ടായിരുന്നു. എന്താ പാസ്വേഡ്? മാഡത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? അല്ല, നിനക്കെങ്ങനെ അറിയാം? ഞങ്ങൾ ഗസ് ചെയ്തതാ. അല്ലടാ ആണി. അതെ, ഞാൻ വീണ്ടും ഒരു കാര്യം ഗസ് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിന്റെ പാസ്വേഡ് അത് തന്നെയല്ലേ? 090696. ഹേയ്, കലക്കി കേട്ടോ. എല്ലാരും നിന്നെ എന്തിനാ കഴുതെന്ന് പറയുന്നേ? കാരണം ഇവൻ ഒരു കഴുതിയാ, പ്രശ്നം ഉണ്ടാക്കുന്നവൻ. പക്ഷെ ചിലപ്പോഴൊക്കെ വലിയ കഴുതകൾക്ക് മുമ്പ് ഇവൻ ചെറിയവനായി പോവും. മനസ്സിലായോ? എനി ഡൗട്ട്? ഡ്രെയിനേജ് വെള്ളം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവൻ എന്തിനാ എന്നെ മണ്ടനെന്ന് വിളിച്ചേ?